കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയ അപ്രതീക്ഷിതവും അഗ്രസീവുമായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റിനെ അമ്പരപ്പിക്കുകയും ഇൻഡെക്സ് 1% ഉയർന്ന് 25,000 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിച്ചെടുത്ത് 50 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് RBI പ്രഖ്യാപിച്ചത്. കൂടാതെ ക്യാഷ് റിസർവ് റേഷ്യോയിൽ 50 ബേസിസ് പോയിന്റിന്റെ ഇടിവ് വരുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 100 ബേസിസ് പോയിന്റിന്റെ ഇടിവ് RBI പ്രഖ്യാപിച്ചു. ഇത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉയരുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ബാങ്കിംഗ്, ഹൗസിംഗ് ഫിനാൻസ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകൾക്ക് RBIയുടെ ഈ തീരുമാനം പൊതുവെ ഗുണം ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ തന്നെ പല സ്റ്റോക്കുകളിലും കാണാൻ സാധിക്കുകയും ചെയ്തു. RBIയുടെ റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈമിലേക്ക് നമ്മൾക്ക് പരിഗണിക്കേണ്ട അല്ലെങ്കിൽ RBIയുടെ റേറ്റ് കട്ടിൻ്റെ ബെനിഫിറ്റ് ഷോർട്ട് ടൈമിൽ ലഭിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ സ്റ്റോക്കുകളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുകയാണെങ്കിൽ അത്ര മികച്ച റിസ്ക് റിവാർഡ് റേഷ്യോ അല്ല. കാരണം മൊമെൻറ്റം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നമ്മൾ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് HDFC ബാങ്ക്. HDFC ബാങ്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1978 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. HDFC ബാങ്കിൽ ഒരു ട്രയാങ്കുലർ പാറ്റേൺ രീതിയിലുള്ള ബ്രേക്കൗട്ടിന് സ്റ്റോക്ക് ശ്രമിച്ചെങ്കിലും അവിടെ ഒന്നും പരാജയപ്പെട്ടു. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1978 എന്ന ലെവൽ മറികടന്നതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ 1980 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും 2000 എന്ന റെസിസ്റ്റൻസിനെ മറികടക്കാൻ സ്റ്റോക്ക് ശ്രമിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1900 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 2150, 2250 പോലുള്ള ടാർഗറ്റുകളാണ് HDFC ബാങ്കിൽ നമ്മൾ എയിം ചെയ്യേണ്ടത്. ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണ് HDFC ബാങ്കിനെ പരിഗണിക്കുന്നത്. രണ്ടാമത്തേത് PB ഫിൻടെക്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച ബൈയിങ് മൊമെൻറ്റമായിരുന്നു PB ഫിൻടെക് എന്ന സ്റ്റോക്കിൽ വന്നത്. കൂടാതെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം സ്റ്റോക്ക് അതിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയ 1850 എന്ന ലെവൽ മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ ഒരു പ്രധാന സ്വിംഗ് ഹൈയാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മറികടന്നത്. MACD പരിശോധിച്ചാൽ അവിടെ നമ്മൾക്കൊരു പോസിറ്റീവ് ഡൈവർജൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ പരിഗണിക്കാം. കൂടാതെ മികച്ച റിക്കവറി വരികയും ചെയ്തു. സ്റ്റോക്ക് അതിൻ്റെ ലോയിൽ നിന്നും 60% ഉയർന്നു. ബോട്ടം ലെവലിൽ നിന്നും 60% ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. പക്ഷേ ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ബൈയിങ് മൊമെൻറ്റത്തിൻ്റെ അല്ലെങ്കിൽ മൊമെൻറ്റം ട്രേഡിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സ്റ്റോക്കിനെയും പരിഗണിക്കുന്നത്. വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1920 രൂപയ്ക്ക് മുകളിൽ ക്ലോസിംഗ് നൽകിയ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ 1895 എന്ന ലെവലിനടുത്ത് സസ്റ്റെയിൻ ചെയ്യുകയും അല്ലെങ്കിൽ 1895 എന്ന ലെവൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ ഇവിടെ നിന്നും നമ്മൾക്ക് ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോക്കിനെ പരിഗണിക്കാം. അവിടെ 52 വീക്ക് ഹൈ ആയ 2175, 2250 തുടങ്ങിയ ടാർഗറ്റുകളാണ് PB ഫിൻടെക്കിൽ എയിം ചെയ്യേണ്ടത്. 1820 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മൂന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു സ്റ്റോക്കായ ലോധ അല്ലെങ്കിൽ മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന സ്റ്റോക്കാണ്. മാക്രോടെക് ഡെവലപ്പേഴ്സിൻ്റെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെയും ട്രയാങ്കുലർ രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ സ്റ്റോക്ക് എല്ലാ മൂവിങ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബുള്ളിഷ് രീതിയിലുള്ള മൂവ്മെൻറ്റാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുക. മന്ത്ലി RSI പരിശോധിച്ചാൽ അവിടെ ബുള്ളിഷ് ക്രോസ് ഓവർ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേണും വന്നിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ലോധ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാം. 1300 രൂപയുടെ റേഞ്ചാണ് സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 1650, 1680 തുടങ്ങിയ ടാർഗറ്റുകൾ എയിം ചെയ്യാം. 1517 എന്ന റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിന്നും ലോധ എന്ന സ്റ്റോക്കിനെ വേണം നമ്മൾ പരിഗണിക്കാൻ. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. PSU ബാങ്കിംഗ് സെക്ടറിൽ നിന്ന് നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്കാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 635 എന്ന റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേണിലുള്ള ഒരു ബ്രേക്കൗട്ടിന് ശേഷം സ്റ്റോക്ക് കറക്ഷൻ ഫേസിലായിരുന്നു. അതിനുശേഷം വന്ന RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചിലപ്പോൾ ബാങ്കിൽ ഒരു ഫ്രഷ് ട്രിഗറിന് കാരണമായേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 635 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 650, 680 പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇവിടെ 600 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം ഈ സ്റ്റോക്കിൽ, അതായത് ഇന്ത്യൻ ബാങ്ക് എന്ന സ്റ്റോക്കിൽ നമ്മൾ വയ്ക്കാൻ. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും ബുള്ളിഷ് ട്രെൻഡിലേക്ക് നീങ്ങുന്ന ഒരു സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്.
മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കും 52 വീക്ക് ഹൈക്ക് അടുത്തേക്ക് നീങ്ങുന്ന ഒരു സ്റ്റോക്കാണ്. അതേസമയം വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും മികച്ച സ്ട്രെങ്ത് കാണാൻ സാധിക്കും. കൂടാതെ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണും സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ മൊമെൻറ്റം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാം. 3100 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത സ്റ്റോക്കിന് 3200, 3250 തുടങ്ങിയ ടാർഗറ്റുകളിലേക്കാണ് എയിം ചെയ്യേണ്ടത്. 2950 രൂപയുടെ സ്റ്റോപ്പ് ലോസ് എയിം ചെയ്യാവുന്നതാണ്. റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കുകയാണെങ്കിൽ, അതായത് സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആണ്. കൂടാതെ ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുകയും അതേസമയം മന്ത്ലി പാറ്റേണിലും വീക്കിലി പാറ്റേണിലുമൊക്കെ അല്ലെങ്കിൽ ഒട്ടുമിക്ക ടൈം ഫ്രെയിമുകളിലും വളരെ ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ് SBI കാർഡ്. SBI കാർഡ് അതിൻ്റെ 12 വീക്ക്, 26 വീക്ക്, 50 വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. MACDയും ഒരു ബൈയിങ് സിഗ്നൽ നൽകിയിട്ടുണ്ട്. കൂടാതെ സെക്ടറിലും ഒരു ബുള്ളിഷ് മൊമെൻറ്റം പ്രകടമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ SBI കാർഡ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഓർക്കുക, സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് ട്രേഡിംഗ് ചെയ്യുന്നത്. 999 52 വീക്ക് ഹൈ 993 അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. എന്നാൽ 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് അതിൻ്റെ മൊമെൻറ്റം നിലനിർത്തുന്നത് ഷോർട്ട് ടൈം ട്രേഡിങ്ങിലേക്ക് സ്റ്റോക്കിനെ പരിഗണിക്കുന്ന ഒരു ഫാക്റ്റായിട്ട് വേണം പരിഗണിക്കാൻ. 895 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം SBI കാർഡ് എന്ന സ്റ്റോക്കിൽ നമ്മൾ വെക്കേണ്ടത്. ഇവിടെ 1050, 1200 പോലുള്ള ടാർഗറ്റാണ് SBI കാർഡിൽ എയിം ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്